അതെ, ഇന്നൊരു ചില്ലി പനീർ ഉണ്ടാക്കി നോക്കിയാലോ. പനീർ വെച്ച് ചില്ലി ചിക്കൻ വെക്കത്തില്ലേ, അതേപോലെ പനീർ വെച്ചിട്ട്. ഇവിടെ നോമ്പിന് ഞാൻ ഇതൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പനീർ ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് അരിഞ്ഞേക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഇത്തിരി കൂടി നീട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുക്കുക. ഇത് അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി അരിഞ്ഞതും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതുമാണ്. പിന്നെ ക്യാപ്സിക്കവും ഉണ്ട്, സവാളയും ഉണ്ട്. ഇതെല്ലാവരും കൂടി നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് ചില്ലി ചിക്കൻ വെക്കണ പോലെ തന്നെ ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ. ഞാൻ ഇങ്ങനത്തേന് മാത്രമാണ് ഈ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ പനീർ ജസ്റ്റ് ഒന്ന് ഇതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഒരു തുടി കൊണ്ടോ എന്തെങ്കിലും കൊണ്ടോ ഒന്ന് ഒപ്പിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് ഇതേപോലെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് പനീർ ഇതാക്കി എടുക്കുക കേട്ടോ. ഇതിനേലും ചെറുതാവണ്ട, വേണമെങ്കിൽ ഇച്ചിരി കൂടി നീട്ടത്തിൽ ഈ വീതിക്ക് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ, എല്ലാ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്ന രീതിക്ക്. ഇതിനൊട്ടും ഉപ്പൊന്നും ഇല്ലാത്തതല്ലേ, അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് ആണ് ചില്ലി പനീർ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വറുക്കാനിട്ടിട്ടുണ്ട്. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. വേറൊന്നുമല്ല, വെള്ളം ഉണ്ടാവുമല്ലോ, ഒരു നനവ് അത് മേലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇളക്കുമ്പോൾ നോക്കി കണ്ടും ഇളക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്കിട്ട് കിട്ടി. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ട ഓന്നും പറഞ്ഞ് പൊട്ടി. അത് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടില്ല, പൊട്ടിയായിരുന്നു. ജസ്റ്റ് നല്ല ആ എണ്ണയും കൂടി അല്ലേ അത് നമ്മുടെ മേത്തോട്ട് തെറിക്കണത്. അപ്പോൾ എന്തായാലും നോക്കി കണ്ടും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അങ്ങാടും ഇങ്ങാടും മറിക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വലിയ ക്യൂബ്സായിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വേണമെന്നുണ്ടെങ്കിലും അരിഞ്ഞെടുത്താലും മതി. ഇതെനിക്ക് ഇങ്ങനെയാണ് ഇണക്കായിട്ട് തോന്നിയേക്കണത്. ഇതേപോലെയാണ് എടുത്തേക്കുന്നത്. ഈ സമയമായപ്പോഴേക്കാളും ഞാൻ അത് മാറ്റുന്നുണ്ട് പ്ലേറ്റിലോട്ട്. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനൊരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് വട്ടം അരിഞ്ഞത്. അത്രയും തന്നെ അരിഞ്ഞ് കഴിയുമ്പോൾ എന്തോരം ഉണ്ടാവും, അതിനേൽ ഇച്ചിരി കൂടി ചെറുതായിട്ട് ഇഞ്ചിയും കൂടി നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ടാവണം. ജസ്റ്റ് ഒന്ന് നമ്മൾ ചില്ലി ചിക്കൻ എങ്ങനെയാണ് വെക്കണേ അത് തന്നെ സംഭവം. അതിന് ചില്ലി ചിക്കന് പകരം പനീർ വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ള. ജോയ്സിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കുശാലാണ് കേട്ടോ. ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നപ്പോഴേക്കാളും ഞാൻ സവാളയും ക്യാപ്സിക്കവും അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. സവാള ഞാൻ ആ ഒരു വീതിക്ക് നല്ല കനത്തിലാണ് അരിഞ്ഞേക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും കൂടി ഒന്നിട്ടിട്ട് ഒന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന്, ആ പനീറിന് ഒട്ടും ഉപ്പ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഇതിനകത്ത് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നെടുകെ മുറിച്ചിട്ട് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതിനുള്ളതിനും പിന്നെ പനീറിനുള്ളതിനും കൂടിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് പിന്നെ വേണ്ടത് സോസുകളാണ്. ഞാൻ സോസ് എടുക്കുന്നത് ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഇവിടെ ഇത്തിരി ടൊമാറ്റോ സോസ് ഇത്തിരി കൂടുതലാണ് കേട്ടോ ഇഷ്ടം. അപ്പം ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് അതാണ് ഇതിനകത്തോട്ട് വേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വാടിയാൽ മതി. ചില്ലി ചിക്കനാണ് ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്നത്. ഇപ്പം നോമ്പായ കാരണം അയാൾക്ക് പനീറിൻ്റെ ഉണ്ടാക്കി കൊടുക്കും. ഈ വലിയ നോമ്പിനൊക്കെ ഞാൻ ഇതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പുട്ടിൻ്റെ ഒപ്പം കഴിക്കാനും ഇഷ്ടമാണ്. അതേപോലെ ചപ്പാത്തിയോ വെള്ളയപ്പോ, ഞാനിവിടെ വെള്ളയപ്പത്തിൻ്റെ ഒപ്പമാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ലത് തന്നെ സംഭവം. നിങ്ങളുടേതായ എരിവിനനുസരിച്ച് ഓരോ സംഭവങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്തിരി ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ കൈക്കണക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു കൂടി വന്ന ഒരു 2-2.5 സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിത്തിരി ഞാൻ ടൊമാറ്റോ സോസ് ഇത്തിരി കൂടുതലായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഇത്തിരി കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് ചേർത്ത് കൊടുക്കുക. ഞാൻ എന്നിട്ട് ഇതിനകത്തോട്ട് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നതാണ്. ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നത് ആ എരിവ് ഞാൻ ഇച്ചിരി കൂടുതൽ ചേർത്തിട്ടുണ്ട്. 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടില്ല, അതാണ് ചില്ലി സോസ് ഇത്തിരി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ സോയാ സോസ് 1 സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യേണ്ട. ആ സോസിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വഴട്ടുക.
ഒരുപാട് നേരമല്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ സോസ് എനിക്ക് ഇച്ചിരിയും കൂടി വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇച്ചിരിയും കൂടി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സോസിന് ഭയങ്കര കാര്യമാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ സോസിൻ്റെയൊക്കെ പച്ചമണം മാറണം അത്രയും നേരം, കൂടി വന്ന ഒരു 1 മിനിറ്റ് 2 മിനിറ്റും കൂടി ഒന്ന് നല്ല ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്തോട്ട് സെല്ലറിയോ എന്ത് വേണമെങ്കിലും സ്പ്രിംഗ് ഓണിയനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ ഇതിനകത്ത് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-2.5 സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു 1/2 ഗ്ലാസ്, ഈ കൊച്ചുകളൊക്കെ കുടിക്കുന്ന കുഞ്ഞു ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒഴിച്ച് തിളച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, തിളക്കണമെന്നില്ല. ഞാൻ തിളക്കണതിന് മുമ്പായിട്ട് ആ പനീറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പനീറും കൂടി ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ എൻ്റെ കുഞ്ഞടപ്പിലോട്ട് ഞാൻ വെച്ച്, വേറൊന്നും കൊണ്ടല്ല, ഇച്ചിരി നേരവും കൂടി അതൊന്ന് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ, ആ പനീറിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇച്ചിരി ഉപ്പ് എല്ലാം വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് ഞാനൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, തിളച്ചൊക്കെ വന്നപ്പോഴേക്കാളും ഈ ഒരു രീതിക്കായി. എന്നിട്ട് ഞാൻ ചെറിയ അടപ്പിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അങ്ങനെ ചില്ലി പനീർ റെഡി ആയിട്ടോ. ഇത് ചില്ലി മുളക് എരിവിലാണ് ഇത് കൂടുതലും ഉണ്ടാക്കേണ്ടത്. പക്ഷേ ഞാനൊരിത്തിരി സ്പൈസി, ഒത്തിരി മധുരത്തിനും കൂടി ആയിട്ടാണ് ആ സോസ്, ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം. ഞാനിവിടെ വെള്ളയപ്പത്തിൻ്റെ ഒപ്പമാണ് ഇത് സെർവ് ചെയ്തത്. ഇവിടെ വെള്ളയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. വെള്ളയപ്പം, ചപ്പാത്തി, പുട്ടിൻ്റെ ഒപ്പം കഴിച്ചോളും, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെള്ളയപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പനീർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം കേട്ടോ.